ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീവിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ 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 പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വംശീവിഭൂഷിതകരൽ നവനീരദാഭാൽ പീതാംബരാത് അരുണബിംബഫലാധരോഷ്ഠാത് പൂർണേന്ദുസുന്ദരമുഖാത് അരവിന്ദനേത്രാൽ കൃഷ്ണാൽ
പരം കിമപി തത്വമഹം ന ജാനേ. യാ കുന്ദേന്ദു തുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസനാ യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിः ദേവൈः സദാ പൂജിതാ സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. താവത്തപോബലനിരുച്ഛ്വസിതേ ദിഗന്തേ ദേവാർത്ഥിതസ്ത്വമുദയ കരുണാർദ്രചേതാഃ തുദ്രൂപജിദ്രസ നിലീനമതേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലകൗസ്തുഭശ്രിയം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 4-ാം അധ്യായത്തിൽ ഭാഗവതത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യത്തിന് പുരാണാചാര്യനായ സൂതൻ മറുപടി പറയുന്ന സൂത ശൗനക സംവാദം എന്നുള്ള അതിവിശേഷപ്പെട്ട കഥാഭാഗമാണ് ഇപ്പോഴും നമ്മൾ അനുസ്മരിക്കുന്നത്. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമശ്ലോകപരായണാ ജനാഃ ജീവന്തി നാൽമാർത്ഥമസോ പരാശ്രയം മുമോച നിർവിദ്യകുതക്കളേബരം. ജീവന്തി നാൽമാർത്ഥമസോ പരാശ്രയം മുമോജ നിർവിദ്യകുതക്കളേബരം. തൽസർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിംചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാദം അന്യത്ര ഛാന്ദസാൽ
തൽ സർവം ന സമാജക്ഷ്വ പൃഷ്ടോ യദിഹ കിംചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാൽ. വ്യാസന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയണം ആദ്യം. ശുകബ്രഹ്മഋഷി ഭാഗവതം എങ്ങനെയാണ് കേട്ടത്? എവിടെ വെച്ചാണ് ഭാഗവതം ഉണ്ടായിട്ടുള്ളത്? ഭാഗവതം എന്താണ്? എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ആരാണ് എഴുതിയത്? എവിടെ വെച്ചാണ്? അതിനുള്ള കാരണം എന്താണ്? വ്യാസന്റെ പുത്രനായ ആത്മാരാമനും ആനന്ദരമണനുമായ ശുകബ്രഹ്മഋഷി ഭാഗവതം പഠിച്ചത് എങ്ങനെയാണ്? പിന്നെ പരീക്ഷിത്താരാണ്? പരീക്ഷത്തിന്റെ ജന്മം എന്താണ്? എങ്ങനെയാണ്? പരീക്ഷത്തിന് അവസാനം എല്ലാം ഉപേക്ഷിക്കേണ്ടതായി വന്ന ഇതിന്റെ കാരണം എന്താണ്? ഇതൊക്കെയാണ് ശൗനകാദികൾ ചോദിച്ച ചോദ്യങ്ങൾ. ഇനി അങ്ങോട്ട് ഉത്തരം പറയാൻ ആരംഭിക്കുകയാണ്. ഏത് കാലഘട്ടത്തിലാണെന്ന്. ഇപ്പോഴിതിൽ ഒന്നാമതായിട്ട് പറഞ്ഞത് 71 ചതുർയുഗ കാലമുണ്ട്. ഈ കാലഘടനയൊന്നും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം നമുക്ക് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മാനസികമായ അവസ്ഥയും വിശാല മനസ്ഥിതിയും ഈ പ്രപഞ്ചത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ഒരു വിശാലമായ കാഴ്ചപ്പാടും ഇല്ലാത്തിടത്തോളം കാലം, ഇടുങ്ങിയ ചിന്ത ഉള്ളിടത്തോളം കാലം നമ്മളും നമ്മളുടെ കഴിവും നമ്മളുടെ കൈക്കരുത്തും തുടങ്ങിയിട്ടുള്ള നമ്മുടെ സ്വാർത്ഥതയിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒരു ലോകത്തിൽ ഇത്രയും വിശാലമായുള്ള കാഴ്ചപ്പാടുണ്ടാവില്ല, ഈശ്വരനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവില്ല. ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതോ അല്ല ഈശ്വരൻ എന്നുള്ള സങ്കല്പം എന്ന് ഭാരതീയ ദർശനത്തിലൂടെ ഋഷീശ്വരന്മാർ, ഭാരതീയ ദർശനം എന്നാണ് പറയുക, ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, അതിലൂടെ ലോകത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനൊക്കെ അപ്പുറത്ത് എന്താണ്? അനന്തം അജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്നു നോക്കുന്ന മർത്യൻ കഥയെന്തു കണ്ടു. വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ ലോകത്തെ കാണുന്ന സമയത്താണ്. അങ്ങനെയൊക്കെയാണ് ഈ 14 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഈ 14 ലോകങ്ങളെയാണ് 3 ലോകങ്ങൾ എന്ന് പറയുന്നത്. ഈ 14നെ 3 ആക്കിയിട്ട് ചുരുക്കുകയാണ്. സ്വർഗലോകം, പാതാളലോകം, മധ്യത്തിലുള്ളത് ഭൂമി. മേൽപോട്ടുള്ളതാണ് സ്വർഗലോകങ്ങൾ, താഴോട്ടുള്ളതാണ്, ഭൂമിക്ക് താഴെ ഭാഗത്തുള്ളതാണ് പാതാള ലോകങ്ങൾ. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം. ഇതിന്റെ മധ്യത്തിലുള്ളതാണ് ഭൂമി. ഭൂമിയാണ് എല്ലാം കൊണ്ടും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇന്നല്ല കേട്ടോ, ഇന്ന് ആ കാഴ്ചപ്പാടില്ല. മാതൃഭൂമിയെ സംരക്ഷിക്കണമെന്നുള്ള കാഴ്ചപ്പാടില്ല. പ്രൊട്ടക്റ്റ് മദർ എർത്ത് എന്നൊക്കെ ഇന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഒരു കാഴ്ചപ്പാട് ഭാഗവതത്തിലും പുരാണങ്ങളിലും വേദങ്ങളിലും പറഞ്ഞിരിക്കുകയാണ്. വിശ്വനാഥന്റെ മൂലപ്രകൃതി താൻ പ്രത്യക്ഷേണ വിളങ്ങുന്നു ഭൂമിയായി. വിശ്വനാഥന്റെ മൂലപ്രകൃതി, ഈ മൂലപ്രകൃതി എന്നാണ് പറയാം. ഈ തത്വങ്ങളെല്ലാം പ്രകൃതി എന്നാണ് തുടങ്ങുന്നത്. സകലത്തിന്റെ ഉൽപ്പത്തി ഭൂമിയാണ്. മണ്ണോട് ചേർന്നിട്ടാണ് ഇതിന്റെ ബന്ധങ്ങളൊക്കെ വരുന്നത്. കാരണം മണ്ണില്ലെങ്കിൽ ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ എന്നാണ്. ശരീരമില്ല, ജീവനില്ല, വെള്ളമില്ല. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, മണ്ണില്ല. മണ്ണെന്ന് പറയുന്നത് ധാതു ലവണങ്ങളോട് കൂടിയിട്ടുള്ള നമ്മളുടെ ഒരു സങ്കല്പത്തിലുള്ളതാണ്. ഇപ്പോൾ കരിങ്കൽ പാറ,
ആണെന്ന് വിചാരിച്ചാൽ അതൊക്കെ മണ്ണിൽ പെടുത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമി അങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ വെള്ളം ഉണ്ടാകുമോ? ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? വെള്ളമില്ലെങ്കിൽ ജീവജാലങ്ങളുണ്ടോ? ഒന്നുമില്ല. ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും ആധുനികമായ ശാസ്ത്രങ്ങൾ, പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിട്ടും മറ്റൊരിടത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്യ ഗ്രഹങ്ങളിൽ സാധിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഭൂമി എല്ലാം കൊണ്ടും പരിശുദ്ധമാണ്. തത്വങ്ങളൊക്കെ തുടങ്ങുന്നത് ഭൂമിയിൽ നിന്നാണ്. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാനി അഭിഹൃതപിദശാക്ഷി പൂരുഷ പഞ്ചവിംശ. പ്രകൃതിയാണ് വിശ്വന്റെ നാഥനായിട്ടുള്ള, ഈ പ്രപഞ്ചത്തിന്റെ നാഥനായിരിക്കുന്ന ആ പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ആ പരമാത്മാവിന്റെ, ജഗതീശ്വരന്റെ, ലോകൈകനാഥന്റെ പ്രകൃതി ശക്തിയാണ്, ശക്തി സ്വരൂപിണി തന്നെയാണ് ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും, എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ ഈ പ്രപഞ്ചത്തിലുള്ളവർ ചെയ്യുന്നുണ്ടെങ്കിലും, ആ ദുഷ്കർമ്മങ്ങളെ മുഴുവനും അതിജീവിച്ചുകൊണ്ട്, വിരോധം നടിക്കാതെ കണ്ട് ക്ഷമയോടുകൂടി കാത്ത് സംരക്ഷിക്കുന്ന ഒരു മാതൃവാത്സല്യം ഈ ഭൂമിദേവിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ 14 ലോകങ്ങളിലും വെച്ചിട്ട് ഉത്തമമായിട്ടുള്ളത് ഭൂഖണ്ഡം, ഈ ഭൂവിഭാഗം നമ്മുടെ ഭൂമിയാണെന്നും, ആ ഭൂവിഭാഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏഷ്യാവൻകര ഇന്ന് കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ഏഷ്യാവൻകര എന്നാണ് പ്രസിദ്ധമായിട്ടുള്ളത്. മുൻപുള്ള പേര് പണ്ടുകാലത്ത് പറയുന്നത് ജംബൂദ്വീപം എന്നാണ്. 1,00,000 യോജന വിസ്തൃതിയുള്ള ഏറ്റവും വലിയ വൻകരയാണ് ജംബൂദ്വീപ്, ഏഷ്യാവൻകര. അങ്ങനെയുള്ള ജംബൂദ്വീപാണ് ഈ 7 വൻകരകളിലും വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠം ഭൂമിയിൽ. ഈ ജംബൂദ്വീപിനെ 9 ഭാഗങ്ങളാക്കിയിട്ട് 9 ഖണ്ഡങ്ങളാക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അതായത് 9 വലിയ രാജ്യമായിട്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഭാരത ഭൂഖണ്ഡം. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിഭാഗം ഭാരത ഭൂഖണ്ഡമാണെന്ന് ഇവിടെ ഉറപ്പിക്കുക. അങ്ങനെയുള്ള ഭാരത ഭൂഖണ്ഡത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് വേദവ്യാസന്റെ ഉൽപ്പത്തി എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വേദവ്യാസനിലൂടെയാണ് തുടങ്ങുന്നത് ഭാഗവതം ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞതുപോലെ 71 ചതുർയുഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു വരുന്നു. അതിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ യുഗങ്ങൾ ഒരു തവണ കഴിഞ്ഞ് രണ്ടാമത്തെ തവണയും ആവർത്തിച്ചു. പിന്നീട് മൂന്നാമത്തെ തവണ ആവർത്തിക്കുന്ന സമയത്ത് അതിൽ ആ മൂന്നാമത്തെ യുഗപരിവർത്തനത്തിലാണ് ദ്വാപരേ സമനുപ്രാപ്തേ. ദ്വാപരയുഗത്തിൽ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, ആ ദ്വാപരയുഗത്തിലാണ് ദ്വാപരേ സമനുപ്രാപ്തേ തൃതീയേ യുഗപര്യേ ജാതപരാശരാദ്യോഗി വാസവ്യാം കലയാഹരേഃ സ കദാചിൽ സരസ്വത്യാ ഉപസ്പൃശ്യ ജലം ശുചിഃ വിവിക്തദേശ ആസീന ഉദിതേ രവിമണ്ഡലേ. വ്യാസന്റെ ഉൽപ്പത്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉപരിചരൻ എന്നു പേരുള്ള വസു എന്നാണ് ഈ രാജാവിൻ്റെ പേര്. ഉപരിചരൻ എന്നുകൂടി അദ്ദേഹത്തിന് പേരുണ്ട്. അതിനുള്ള ചില കാരണങ്ങളൊക്കെ പറയുന്നു, മഹാഭാരതത്തിലും ഒക്കെ പറയുന്നു. ഉപരിചരൻ എന്നുകൂടി പേരുള്ള
ഈ വസു എന്ന രാജാവിൻ്റെ പുത്രിയാണ് വാസവി. ആ വാസവിയുടെ മറ്റൊരു പേരാണ് സത്യവതി. അപ്പോൾ ഉപരിചരൻ എന്നുകൂടി പേരുള്ള വസു എന്ന രാജാവിൻ്റെ പുത്രി. ഓർമ്മിക്കണം, രാജാവാണ് വസു. ആ വസു എന്ന രാജാവിൻ്റെ പുത്രിയാണ് വാസവി എന്നുകൂടി പേരുള്ള സത്യവതി. ആ സത്യവതിയിൽ പരാശരമുനിക്ക് ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ സത്യവതി പരാശരമുനി ദമ്പതികൾക്കുണ്ടായിട്ടുള്ള വിഷ്ണുവിൻ്റെ അംശാവതാരമായിട്ടുള്ള യോഗിയാണ് വ്യാസർ എന്ന് അറിയപ്പെടുന്നത്. വേദവ്യാസ മുനി എന്ന് നമ്മൾ അറിയപ്പെടുന്നു. വ്യാസം എന്ന് പറയുമ്പോൾ തന്നെ ഒരു നമുക്ക് എപ്പോഴും ആ ഒരു വിശാലതയുള്ളതാണ്. ഈ പേര് തന്നെ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ വ്യസിച്ചത് കൊണ്ടാണ് വ്യാസനായതെന്ന് പറയുന്നു. സത്യത്തിൽ ഈ പരാശരൻ, പിതാവായ പരാശരൻ, അതുപോലെ സത്യവതി, അമ്മയായ സത്യവതി, അങ്ങനെയുള്ളവർക്കുണ്ടായിട്ടുള്ള ഈ പുത്രൻ ശരിക്കും ഇദ്ദേഹത്തിന് പേര് വിളിച്ചത് കൃഷ്ണൻ എന്നാണ്. പക്ഷെ ഒരു ജനിച്ചതും വളർന്നതൊക്കെ ഒരു ദ്വീപിലായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് മാറിയിട്ട് പിന്നീട് ദ്വൈപായനൻ എന്നുകൂടി പേര് കിട്ടിയിരുന്നു ഇദ്ദേഹത്തിന്. പിന്നീട് അത് കൂട്ടിച്ചേർത്തിട്ടൊരു പേരാണ് ആദ്യ കാലഘട്ടത്തിലൊക്കെ അറിയപ്പെട്ടത്. കുറേ കാലം മഹായോഗിയാകുന്നതിന് മുമ്പ് അറിയപ്പെട്ടത് അങ്ങനെയാണ്. കൃഷ്ണദ്വൈപായനൻ എന്നാണ് പേര്. ഈ കൃഷ്ണനും ദ്വൈപായനനും കൂട്ടിച്ചേർത്ത് കൃഷ്ണദ്വൈപായനൻ എന്നു പേര്. ഇദ്ദേഹം വേദം വിഭജിച്ചപ്പോഴാണ് വേദവ്യാസൻ എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണമാണ് പറഞ്ഞത്. ഒരിക്കൽ ഈ വ്യാസർ ഒരു സൂര്യോദയ സമയത്ത് സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത് കഴിഞ്ഞ് കയ്യിൽ വെള്ളമൊക്കെ ഇങ്ങനെ കോരിയെടുത്ത് ഭർഗോദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ഗായത്രി മന്ത്രത്തോടു കൂടിയിട്ട് അർഘ്യം കൊടുക്കുന്നൊരു സമ്പ്രദായമുണ്ട് ഋഷീശ്വരന്മാർക്ക്, യോഗീശ്വരന്മാർക്ക്, ബ്രാഹ്മണശ്രേഷ്ഠന്മാർക്കൊക്കെ. സരസ്വതി നദി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. വാഗ്ദേവതയാണ് സരസ്വതി എന്ന് പറയും. അപ്പോൾ ജ്ഞാനത്തിൻ്റെ സ്വരൂപിണിയാണ് സരസ്വതി. നല്ല വെള്ള നിറം, വെള്ളപ്പളുങ്ക് നിറം എന്നാണ് പറയുക. വെള്ളപ്പളുങ്കിൻ്റെ നിറത്തോടു കൂടിയിട്ടുള്ള ഈ ബദരി നാരായണ ആശ്രമം, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പരിചയപ്പെടുത്തും ഭാഗവതത്തിൽ തന്നെ. അതാണ് ഇനി പറയുന്നത്. ആ ബദരിനാരായണ ആശ്രമത്തിൻ്റെ ഈശാന കോണിൽ വടക്ക് കിഴക്കായിട്ടുള്ള മൂലയിൽ എല്ലാ യോഗ്യതയും തികഞ്ഞ വേദവ്യാസൻ സ്നാനകർമ്മങ്ങളൊക്കെ ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് അർഘ്യം കൊടുത്ത് പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി പരിശുദ്ധനായിട്ട് ജനസഞ്ചാരമില്ലാത്ത ആ ദേശത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഈ സ്ഥലത്തിനുള്ള പേര് ബദരി ആശ്രമം എന്നാണ്. ഇപ്പം ബദരി നാരായണ സ്വാമി 16,000-ലധികം അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയരമുള്ള ഒരു സ്ഥലമാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർണമെതിയടികൾ പൂജിച്ചുകൊണ്ട് ഭക്തോത്തമനായ ഉദ്ധവൻ, വ്യാസന്റെ ശിഷ്യൻ, അതായത് വ്യാഴത്തിൻ്റെ ശിഷ്യൻ, ബൃഹസ്പതിയുടെ ശിഷ്യൻ കഴിഞ്ഞുകൂടുന്ന ഈ സന്നിധിയാണ്. ഭഗവാന്റെ പ്രധാനമന്ത്രിയായിട്ട് 113 വർഷം ഭഗവാനോടൊപ്പം കഴിഞ്ഞുകൂടി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി അതിവിശേഷപ്പെട്ട ഉപദേശം ശ്രവിച്ച് ഇവിടെ ബദരി ആശ്രമത്തിലെത്തി ഭഗവാന്റെ പാദുകങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ സന്നിധിയാണ് ബദരി നാരായണ ആശ്രമം സന്നിധി. അവിടെയാണ്, അതിന് സമീപത്താണ് ബദരി ആശ്രമം, വേദവ്യാസരുടെ ആശ്രമം. ആ ആശ്രമത്തിൽ അങ്ങനെ ഏകനായിട്ടിരിക്കുകയാണ്
വേദവ്യാസർ. ആശ്രമത്തിനൊരു പ്രത്യേക പേരും ഉണ്ട്. ശമ്യാപ്രാസം എന്നാണ് വേദവ്യാസരുടെ ആശ്രമത്തിൻ്റെ പേര്. ശമ്യാപ്രാസം എന്നാണ് പറയുക. അങ്ങനെയുള്ള ആശ്രമത്തിൽ ഇരിക്കുന്നു. ഏകനായിട്ടാണ് ഇരിക്കുന്നത്. ഏകനായിരിക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തെ അങ്ങനെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ചിന്തകളൊന്നുമല്ല. ഈ ലോകത്തിൽ പലർക്കും ഏകാന്തത്തിലിരിക്കുന്ന സമയത്താണ് പലതരത്തിലുള്ള ചിന്തകൾ ഉണ്ടാവുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായിട്ടുള്ള സംഗതികളെക്കുറിച്ചാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു വരുന്നത്. കഴിഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത്, ഇതിങ്ങനെ മനസ്സിലിങ്ങനെ നിറഞ്ഞു വരികയാണ്. അങ്ങനെ വേദവ്യാസൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചിന്ത എന്താണെന്നറിയോ? കാലം ശരിയല്ലാതാവുന്നു എന്നാണ്. കാലം ശരിയല്ലാതായാൽ എന്തൊക്കെയോ സംഭവിക്കും. നമ്മൾ ഓരോരുത്തരും ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. കാലം ശരിയാവണം നമുക്ക്. ഈ കാലം എന്നുള്ളതിൻ്റെ മറ്റൊരു പേരാണ് സമയം. നമ്മൾ സാധാരണ തന്നെ പറയാറുണ്ട്, സമയം ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. കാലമാണ് സകലത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഈ കാലസ്വരൂപനാണ് ഈശ്വരൻ. അപ്പം കാലം ശരിയാവുന്നില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അപ്പോൾ കാലം ശരിയല്ലാതാവുന്ന ഈ സന്ദർഭത്തിൽ ഒരുപാട് ദോഷങ്ങളുണ്ട്. ആ ഗുണദോഷങ്ങളെ വേദവ്യാസൻ തൻ്റെ ആശ്രമത്തിലിരുന്നു കൊണ്ട്, ശമ്യാപ്രാസം എന്നുള്ള ആശ്രമത്തിലിരുന്നു കൊണ്ട് നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തുടർന്നുണ്ടായ കഥാഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട്. ആ വേദവ്യാസൻ്റെ ചെയ്തികളും ഭാഗവതത്തിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളതിൻ്റെ സൂചനകളുമാണ് തുടർന്നുള്ള സുദിനങ്ങളിൽ ശ്ലോകങ്ങളിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ. കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.